ഇന്നും പരിശുദ്ധാത്മാവിനെ ലഭിക്കുമോ? അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇന്നും പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാണെങ്കിൽ എനിക്കും കൂടെ തരണേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായ ആരോ ഈ ഒരു ഇടി വെട്ടുന്ന പോലെ, എന്താ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഭയങ്കര ശക്തിയിൽ എൻ്റെ കയ്യിൽ വന്ന് അടിച്ചു. എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡിൽ എന്തോ വന്ന് അടിച്ചു. അത് അടിച്ച ആ നിമിഷം തന്നെ എൻ്റെ മനസ്സിൽ ഒരു ഭയങ്കര സന്തോഷം വന്നങ്ങ് നിറഞ്ഞു. ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു സൂപ്പർ നാച്ചുറൽ പീസ് എന്നോ ജോയ് എന്നോ ഒക്കെ പറയാം. സത്യമായിട്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോയിട്ട് ഞാനൊന്നും ചിന്തിക്കുന്നില്ല. ചുറ്റുപാടൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്, തിങ്ങി നിറഞ്ഞ ആളുണ്ട്, പക്ഷെ എന്നും എന്നെ ബാധിക്കുന്നില്ല. ആ നിമിഷം എൻ്റെ ദൈവമേ, നീ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം. ആ ഒരു നിമിഷം ഞാൻ ദൈവത്തെ മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ. എന്നിട്ട് മാസ് കഴിഞ്ഞപ്പം സ്ലോലി ഈ കൈ അങ്ങ് സ്റ്റോപ്പായി കേട്ടോ, ഈ മൂവ്മെൻ്റ് അങ്ങ് സ്റ്റോപ്പായി. അപ്പം ഞാനിങ്ങനെ ഭയങ്കര എക്സ്പെക്റ്റേഷനോടും ഭയങ്കര സന്തോഷത്തോടും കൂടെ പോവുകയാണ്. എൻ്റെ മനസ്സിലങ്ങ് തോന്നുക, എനിക്ക് എന്തായാലും പെന്തക്കോസ്തയുടെ ദിനത്തിൽ കർത്താവ് എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരും. അപ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ എനിക്ക് എൻ്റെ നാവിൻ്റെ കൺട്രോൾ അങ്ങ് പോയി. എന്നിട്ട് ഞാൻ സ്തുതിക്കാൻ തുടങ്ങി ദൈവത്തെ ഭാഷാവരത്തിൽ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ. അതായത് ഞാൻ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ എനിക്ക് ഹല്ലേലൂയ എന്ന് പറയാൻ പറ്റുന്നില്ല. എൻ്റെ നാവിൻ്റെ കൺട്രോൾ പോയിട്ട് ഞാൻ ഹല്ല 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 ഹല്ല. അപ്പം ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഈ കൈ ഇങ്ങനെ തെരിക്കുവാണ്. ഞാൻ എൻ്റെ ദൈവത്തോട് പരിശുദ്ധാത്മാവിനെ തരണേന്ന് പറഞ്ഞപ്പോൾ ഇത്രയേറെ അഭിഷേകം എൻ്റെ ദൈവം തന്നല്ലോ എന്നുള്ള ആ ഒരു നന്ദി കൊണ്ട് അന്നും ഇന്നും എൻ്റെ കണ്ണ് നിറയും. ഹായ് എവരി വൺ. സോ ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണ്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സാറ്റർഡേ ഈവനിങ് ആണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. മറ്റ് അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എപ്പോഴും സാറ്റർഡേ ഈവനിങ് ആണ്. എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് സൺഡേയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യും. അപ്പോൾ പറ്റുന്നത്ര ഞാൻ സാറ്റർഡേ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, എന്ത് വീഡിയോ എടുക്കണം എന്ന് ഞാൻ ഇന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. എനിക്കൊന്ന് 2 ആഴ്ച മുമ്പാണ് തോന്നുന്നത് റിലീസ് ചെയ്ത്, 2-3 ആഴ്ച മുമ്പ് മറന്നുപോയപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലൂടെ സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ഞാനൊരു സാധാരണ ചെയ്യുന്ന പോലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അതിന് ഒത്തിരിയേറെ വ്യൂസ് വന്നു. ഓൾമോസ്റ്റ് 17,000 വ്യൂസിന് മേളിൽ വന്നു. അപ്പോൾ അതിൽ ഒത്തിരി പേരെന്നോടിങ്ങനെ കമൻസിൽ ചോദിച്ചു, പല ചോദ്യങ്ങളും ചോദിച്ചു. അപ്പം ഞാൻ ചിലർക്കൊക്കെ ഒത്തിരി പേർക്ക് റിപ്ലൈ ചെയ്തു. പക്ഷേ ചിലർക്കൊക്കെ ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോയിലൂടെ അതിന് ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ചില കാര്യങ്ങൾ നമ്മൾക്ക് വീഡിയോ കമൻസിൽ അത് പൂർണ്ണമായിട്ടും ആൻസർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം അതിൽ ഒരാൾ പ്രധാനമായിട്ടും ചോദിച്ചു, 1-2 പേര് ചോദിച്ചു, പരിശുദ്ധാത്മാവാണോ സംസാരിക്കുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാം, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം എങ്ങനെ കേൾക്കാം, അതെങ്ങനെ തിരിച്ചറിയാം. വേറൊരു വ്യക്തി ചോദിച്ചത്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ഒരിക്കലും ലഭിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകുമോ, നമ്മൾ എന്തെങ്കിലും പാപങ്ങൾ ചെയ്താൽ അത് നഷ്ടപ്പെട്ടു പോകുമോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന്. കാരണം അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് കൃത്യമായ അറിവുകൾ വേണം, അതായത് കൃത്യമായ ഒരു ജ്ഞാനം നമുക്ക് വേണം. കാരണം ഒത്തിരി ഡിസെപ്ഷൻ ഇവിടെ സംഭവിക്കാം. കാരണം പിശാച് വളരെ ആക്റ്റീവാണ്, വളരെ ബുദ്ധിമാനായ സ്പിരിറ്റാണ്. ഞാൻ നേരത്തെ ഒരു ഇംഗ്ലീഷ് വീഡിയോ ചെയ്തായിരുന്നു. അവന് സൂപ്പർ നാച്ചുറൽ കേപ്പബിലിറ്റി ഒന്നുമില്ല, പക്ഷേ മനുഷ്യർക്കുള്ളത് നാച്ചുറൽ കേപ്പബിലിറ്റി. പക്ഷേ സാത്താനുള്ളത് പ്രിട്ടർ നാച്ചുറൽ കേപ്പബിലിറ്റി. നമ്മളെക്കാട്ടിലും കൂടുതൽ കേപ്പബിലിറ്റീസ് ഉണ്ട്, ബുദ്ധിശക്തിയുണ്ട്, സ്പീഡുണ്ട്. അപ്പം നമ്മളെ അവന് വഴിതെറ്റിക്കാം. നമ്മൾക്ക് കൃത്യമായ അറിവുകളും ഡിസേൺമെൻറ്റും എല്ലാം ഈ മേഖലയിൽ വളരെ ആവശ്യമാണ്. അപ്പോൾ ക്രിസ്തു തന്നെ പലപ്പോഴും വാൺ ചെയ്തിട്ടുണ്ട് കള്ളപ്രവാചകന്മാർക്കെതിരെ, അല്ലേ? അവസാന നാളുകളിൽ കള്ളപ്രവാചകന്മാർ ഒത്തിരി പേര് എഴുന്നേക്കും. പിന്നെ അതുപോലെ തന്നെ കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ച് കളയുമെന്നാണ് പറയുന്നത്. അതായത് വൃതന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മനുഷ്യരല്ലേ, അത്രയേറെ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നവർക്ക് പോലും തെറ്റ് പറ്റാമെന്നാണ് പറയുന്നത് അവസാന നാളുകളിൽ. അപ്പോൾ നമ്മൾ എത്ര കൃത്യമായിട്ട് ഡിസേൺ ചെയ്യണം, എത്ര കൃത്യമായിട്ട് നമ്മൾ അതിനെ വിവേചിച്ചറിയണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്കൊരു എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് അത്. അതുപോലെ തന്നെ അതെനിക്കിപ്പോൾ ഒരു ക്ലാസ്സിൽ പറയണമെങ്കിൽ എനിക്കൊരു 10 മിനിറ്റിൽ പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. ഞാൻ ഒത്തിരി നാളുകൾ കൊണ്ട് പഠിച്ച കാര്യമാണ് ഇതൊക്കെ. അപ്പം അത് പറയണമെങ്കിൽ ഞാൻ ഓർത്ത് ഒരു
തുടക്കം തൊട്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്കും പലപ്പോഴും ഡിസെപ്ഷൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് കൃത്യമായി, ഇപ്പം എനിക്ക് കൃത്യമായിട്ട് വിവേചിച്ചറിയാം സ്പിരിറ്റുകളെ. അപ്പോൾ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് ഡിസേൺ ചെയ്യുന്നത്, അത് ഭയങ്കര ആവശ്യമാണ്. നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും, അത് നമ്മുടെ പ്രൊട്ടക്ഷനും മറ്റുള്ളവർക്ക് തെറ്റുപടർന്നു കൊടുക്കുന്നത് ഭയങ്കര ഒരു പാപമാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഡിസേൺമെൻറ്റ് ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ അതിൽ എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ പഠിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയും പഠിക്കാനുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് വരെ ഞാൻ പഠിച്ച കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു തുടക്കം തൊട്ടുള്ള എൻ്റെ ഒരു ജേർണി പറയാം. മേ ബി ഒരു 2 or 3 വീഡിയോസിൽ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒത്തിരി ലെങ്തി ആയി പോവും. ഇപ്പോൾ ഒരു 20 to 30 മിനിറ്റ്സ് ഉള്ള ഒരു 2-3 വീഡിയോയിൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ആദ്യത്തെ പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടായപ്പോൾ മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടക്കം തൊട്ട് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ആദ്യകാല പരിശുദ്ധാത്മ അഭിഷേകങ്ങളാണ്. എങ്ങനെയാണ് എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്, അതിലെനിക്കുണ്ടായ സന്തോഷം, എൻ്റെ മനസ്സിനുണ്ടായ മാറ്റം, അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ, ചെറിയ കുട്ടിയല്ല, പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ, അന്ന് +2 അല്ല, പ്രീ ഡിഗ്രിയാണ് ഞാൻ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ഈ മുരിങ്ങൂരൊക്കെ ധ്യാനമന്ദിരം ഒക്കെ വന്ന ഒരു സമയമാണ്. അത് കുറച്ച് നാളായി വന്നിട്ട്, പക്ഷേ ഞങ്ങളുടെ അവിടെയൊക്കെ കേൾക്കാൻ തുടങ്ങിയ ഒരു സമയമാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം അവിടെ പോയി ധ്യാനം കൂടണം, എല്ലാവരും വന്നൊരു അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കൊരാഗ്രഹം. പക്ഷേ എൻ്റെ ഡാഡിക്ക് അവിടെ പോയി അങ്ങനെ താമസിച്ച് ധ്യാനം കൂടാനുള്ളത് അത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ആൻറ്റി പറഞ്ഞു, ഇങ്ങനെ ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു 20 കിലോമീറ്റേഴ്സ് അതിരമ്പുഴ ഒരു ധ്യാനമന്ദിരം പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, കാരിസ് ഭവൻ എന്ന് പറഞ്ഞ്. ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ സ്റ്റാർട്ട് ചെയ്തതാണ് കാരിസ് ഭവൻ. അച്ഛൻ്റെ യൂട്യൂബ് ചാനലൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അച്ഛനാണ് അവിടെ നടത്തുന്നത്. ഭയങ്കര അഭിഷേകമാണ്, അവിടെ പോകുന്നവർക്കൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആൻറ്റി വന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് സാറ്റർഡേ ആണ് പോകേണ്ടത്. സാറ്റർഡേ ഹാഫ് ഡേ ആണ്, അതായത് എനിക്കൊന്ന് 12 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 4 മണി 4:15 വരെയാണെന്ന് തോന്നുന്നു ആ ഒരു സമയം. 4:15 ആകുമ്പോഴത്തേക്ക് തീരും. അപ്പം 10:15 ആൻറ്റി പറയുന്നത്. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, നമുക്കിപ്പോൾ തന്നെ പോകാം, 11:15 ഒരു ബസ്സുണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഏകദേശം ആ തുടങ്ങുന്നൊരു സമയത്ത് ചെല്ലും, അങ്ങനെ പോകാമെന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് മമ്മിയും കൂടെ ഹെൽപ്പ് ചെയ്ത് മമ്മിക്ക് കുറച്ച് പാത്രമെല്ലാം പെട്ടെന്ന് കഴുകി കൊടുത്ത് ഞങ്ങൾ പോയി. അപ്പോൾ ചെന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ ചെല്ലുമ്പം ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് പോലെ അവിടെ നടക്കുവാണ്. അപ്പോൾ ചെന്നങ്ങോട്ട് കയറുകയും ഈ പാട്ടും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം വന്ന് നിറഞ്ഞു. അപ്പോൾ അത് അന്ന് വരെ ഞാൻ അനുഭവിക്കാത്ത ഒരു സന്തോഷം, നമ്മുടെ ഹൃദയം തുള്ളിച്ചാടുന്ന ഒരു അനുഭവം കേട്ടോ. ഭയങ്കര സൂപ്പർ നാച്ചുറൽ സന്തോഷമൊന്നുമല്ല, വളരെ ഒരു എന്താ പറയുന്നത്, ഒരു ഹൃദയം തുള്ളിച്ചാടുന്ന പോലെ ഒരു സന്തോഷം. ഞാനും അതിനൊപ്പം പാട്ടുപാടി അങ്ങ് കയറിപ്പോയി. അപ്പോൾ അവിടെ ചെന്നിരുന്നു, പ്രാർത്ഥിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു, അവിടെ പറഞ്ഞ കാര്യങ്ങളും കേട്ടതും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഈ മനസ്സിൽ ഈ സന്തോഷം വന്നുവല്ലോ ഇങ്ങനെ ഞാൻ പോയപ്പോൾ. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി നമുക്ക് എല്ലാ ആഴ്ചയും പോകാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, ശരി നമുക്ക് എല്ലാ ആഴ്ചയും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ആഴ്ചയായിരിക്കും, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുക, ചിലർക്കൊക്കെ ഹോളി സ്പിരിറ്റിൻ്റെ അനോയിൻറ്റിങ് കിട്ടുന്നു, അവരുടെ ദേഹത്തൂടെ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ചിലർക്കൊക്കെ വെള്ളം മേത്ത് വീഴുന്ന പോലെ ഒരു അനുഭവമാണെന്ന് അച്ഛനിങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമോ, ഇപ്പോഴും പരിശുദ്ധാത്മാവിനെ ലഭിക്കുമോ? അപ്പോൾ ഞാൻ സൺഡേ സ്കൂളിലൊക്കെ റെഗുലറായിട്ട് പോകുന്ന ആളാണ്. ഞങ്ങളെ വീട്ടിലൊരു കാരണവശാലും പള്ളിയോ കാറ്റഗിസോ ഒന്നും മുടങ്ങാൻ സമ്മതിക്കത്തില്ല. അപ്പം അത് നമ്മുടെ ഒരു റുട്ടീനാണ്. അപ്പം നമ്മളതങ്ങനെ എല്ലാം പോകുന്നുണ്ട്, എല്ലാം ബൈബിളിനെ പറ്റിയൊക്കെ അറിയാം. ദൈവമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമോ ഭക്തിയോ ഒന്നുമില്ല. ഭക്തിയുണ്ട്, ഒരു നോർമൽ ഭക്തി നമ്മൾ പറയുമല്ലോ, ഒരു എല്ലാ ആഴ്ചയും പള്ളിയിൽ പോവും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, അങ്ങനെ ഒരു രീതിയാണ്. അപ്പം പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് പെന്തക്കോസ്താദിനം കിട്ടിയതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇന്നും പരിശുദ്ധാത്മാവിനെ ലഭിക്കുമോ? അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇന്നും പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാണെങ്കിൽ എനിക്കും കൂടെ തരണേ. വളരെ ആത്മാർത്ഥമായിട്ടും ഒരു നിഷ്കളങ്കമായിട്ടും ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്കൊരു അനുഭവം കിട്ടിയില്ല. അപ്പോൾ ഞാൻ
ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആയെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആയില്ല. കാരണം ഞാൻ അന്നേരം വിചാരിക്കുക, ആർക്കാ ഹോളി സ്പിരിറ്റിനെ കിട്ടിയത്? അപ്പോസ്തലന്മാർക്ക് അല്ലേ? അപ്പോൾ വിശുദ്ധരായ ആൾക്കാർക്കാണ് കിട്ടിയത്. അപ്പം ഹോളി ആയിട്ടുള്ള ആൾക്കാർക്കാണ് കിട്ടിയത്. ഞാൻ അത്ര വലിയ ഹോളിയൊന്നുമല്ല, ഞാൻ സാധാരണ പോലെ ജീവിക്കുന്ന ഒരാളാണ്. അത്യാവശ്യത്തിന് കുശുമ്പും അത്യാവശ്യത്തിന് മത്സര്യവും ഒക്കെ ഉള്ള ആളാണ്. അപ്പം ഞാൻ ഒട്ടും ഹോളിയൊന്നുമല്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ട് കിട്ടിയില്ല. പക്ഷേ എനിക്ക് അവിടെ ഇരുന്നപ്പോഴേ ആ സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു മനസ്സിനുണ്ടായ സമാധാനവും ശാന്തിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. എന്നിട്ട് ഞാൻ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 3-ാമത്തെയാണോ 4-ാമത്തെയാണോ പ്രാവശ്യം എനിക്ക് അത് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഒരു 3-4 വീക്സ്, 5 ആഴ്ചയ്ക്കപ്പുറം പോയിട്ടില്ല, 3-4 ആഴ്ചയ്ക്കുള്ളിലാണ് ആദ്യത്തെ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് ഞാൻ പോയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുക. എനിക്കറിഞ്ഞൂടാ, എനിക്കങ്ങനെ ഉറക്കം വരുന്ന ആളല്ല. ഞാൻ ഭയങ്കരമായിട്ട് ഉറക്കം വന്നിട്ട് ഇങ്ങനെ മുട്ടിൻ്റെ ഇടയിൽ തല വെച്ച് ഉറങ്ങുക. അപ്പോൾ ഫ്രണ്ടിലിരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങിയപ്പോൾ അച്ഛൻ സർമൺ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുര്യൻ കാരിക്കലച്ഛനായിരുന്നു പ്രീച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓരോരുത്തരൊക്കെ എൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് മുട്ടിൻ്റെ ഇടയിൽ തല വെച്ച് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി എന്നെ ഇങ്ങനെ കൈകൊണ്ട് തട്ടി. അപ്പം എനിക്കൊരു മോശം എന്ന് തോന്നി. എന്നിട്ട് ഞാൻ എഴുന്നേറ്റിട്ടും എനിക്ക് ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് ഉറക്കം വരിക. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് വന്നപ്പം അച്ഛനിങ്ങനെ പ്രൈസ് ആൻഡ് വർഷിപ്പും രോഗശാന്തി ശുശ്രൂഷ അതെല്ലാം ചെയ്യാനായിട്ട് മഞ്ഞാക്കിലച്ഛൻ വന്നു. അപ്പോൾ അച്ഛനിങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛനിങ്ങനെ പറയുക, വത്സമ്മയെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു എന്ന്. അപ്പോൾ വത്സമ്മ എന്ന് പറയുന്നത് എൻ്റെ മമ്മിയാണ്. അപ്പോൾ അത് ഭയങ്കര കോമൺ പേരല്ല, എന്നാൽ കുറച്ച് കോമൺ ആണ്, കുറച്ച് ആൾക്കാർക്കുണ്ട്. എന്നാലും എനിക്കങ്ങ് പെട്ടെന്ന് തോന്നും, അയ്യോ എൻ്റെ അമ്മയാണ് സ്പർശിക്കുന്നത്, അയ്യോ ഞാൻ എന്നിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങുവാന്നല്ലോ, എന്ത് മോശമാണെന്ന് വിചാരിച്ച് നമ്മൾ ഞെട്ടി എഴുന്നേറ്റെന്ന് പറയത്തില്ലേ. അപ്പോൾ ഞെട്ടി എഴുന്നേറ്റ പോലെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, ദൈവമേ എന്നോട് ക്ഷമിക്കണേ, ഉറങ്ങിയതിന് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൈ കൂപ്പി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായ ഒരു ഇടി വെട്ടുന്ന പോലെ, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഭയങ്കര ശക്തിയില്ല എൻ്റെ കയ്യിൽ വന്ന് അടിച്ചു. എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡിൽ എന്തോ വന്ന് അടിച്ചു. ഇപ്പോൾ ഒരു തണ്ടർ അല്ലെ ഒരു ലൈറ്റ്നിങ് നമ്മളെ സ്ട്രക്ക് ചെയ്താൽ നമുക്ക് എന്തോ ആയിരിക്കും ഒരു ഫീലിങ്. ഒരു പരിശുദ്ധാത്മാവുന്ന കാറ്റ് വന്ന് അടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. വെളിയിൽ നിന്നാണോ അകത്തുനിന്നാണോ ആ പവർ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. എന്തോ വന്ന് എൻ്റെ കയ്യിലടിച്ച്, ഈ കയ്യിലടിച്ചിട്ട് ആ അടിച്ച ശക്തിയാൽ ഈ കരമങ്ങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക. ഭയങ്കര ഫോഴ്സിൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ആ നിമിഷം തന്നെ, അത് അടിച്ച ആ നിമിഷം തന്നെ എൻ്റെ മനസ്സിൽ ഒരു ഭയങ്കര സന്തോഷം വന്നങ്ങ് നിറഞ്ഞു. ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു സൂപ്പർ നാച്ചുറൽ പീസെന്നോ ജോയ് എന്നോ ഒക്കെ പറയാം. ആ ഒരു സന്തോഷത്താൽ ഞാൻ കരയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരിക. ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഷ്യസ് ആണ്, ഭയങ്കര ഷൈ ആണ്. അപ്പം ആരും ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഒരു ആളാണ് ഞാൻ. പക്ഷേ ആ നിമിഷം ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നുപോയി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, സത്യമായിട്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോയിട്ട് ഞാനൊന്നും ചിന്തിക്കുന്നില്ല. ചുറ്റുപാടൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്, തിങ്ങി നിറഞ്ഞ ആളുണ്ട്, പക്ഷെ എന്നും എന്നെ ബാധിക്കുന്നില്ല. ആ നിമിഷം എൻ്റെ ദൈവമേ, നീ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നു, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം. ആ ഒരു നിമിഷം ഞാൻ ദൈവത്തെ മാത്രമേ മുന്നിൽ കാണുന്നുള്ളൂ. ഞാനിങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ കരയുക, എൻ്റെ കൈ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആടുന്നു. ഞാൻ ചുറ്റുപാടൊന്നും ആലോചിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയേ അല്ല, ഭയങ്കര ഷൈയും ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഞാൻ എന്നെ തന്നെ മറന്നുപോയി ആ സമയം. എന്നിട്ട് ഈ കൈ ഇങ്ങനെ ആടുക. കുറേ സമയം ഞാൻ ആ സന്തോഷത്തിൽ അങ്ങ് സോക്കായി നിന്ന് പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്ന ആ സമയത്ത് ഞാൻ വിചാരിക്കും എൻ്റെ കൈ ഇങ്ങനെ ആടുക, കുറച്ച് പേരൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇതിനിങ്ങനെ നിർത്താമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഇങ്ങനെ നിർത്താൻ നോക്കുക. പിടിച്ച് നിർത്താനൊന്നും എത്ര ഞാൻ നോക്കിയിട്ടും എത്ര ഞാനിങ്ങനെ പിടിക്കുന്നു അത് അത്രയും ശക്തിയിൽ ആടുക. അപ്പോൾ എനിക്ക് മനസ്സിലായി പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ വലത് കൈ ഇടത്ത് കൈയെ പിടിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ കൈ കൊണ്ട് ഞാൻ ഇതിനെ പിടിക്കുമ്പം ഈ 2 കൈയും അങ്ങ് മൂവ് ചെയ്യുക. 2 കൈയും കൂടെ ഈ കൈ അങ്ങ് വലിച്ചിട്ട് ഇതും കൂടെ മൂവ് ചെയ്യുക. അപ്പോൾ ഒരു നിമിഷം ഞാൻ ഓർത്ത്, ദൈവമേ നീ ഇന്ന് നിൽക്കത്തില്ല, ഇങ്ങനെ തന്നെ ആടിക്കൊണ്ടിരിക്കുമോ എന്നിങ്ങനെ വിചാരിക്കുക. പക്ഷേ അതൊക്കെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ വരുന്ന തോട്ടാണ്. അതിനെപ്പറ്റി ഞാൻ ശരിക്കും അത്രയൊന്നുമില്ല, അത്ര ആലോചിച്ച് വിട്ടു. സന്തോഷം അതിനെക്കാട്ടിലേക്ക് അപ്പുറത്താണ്.
അപ്പം എല്ലാം ഒരു മായ പോലെ ഞാൻ കാണുവാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഏതാണ്ട് ഹാഫ് ആൻ അവറൊക്കെ ഉള്ളു. അതെല്ലാം കഴിഞ്ഞു, മാസ് തുടങ്ങുന്നു, അച്ഛന്മാർ വരുന്നു, എല്ലാം എനിക്ക് കാണാം. പക്ഷെ ഒന്നും എനിക്ക് ഫുള്ളായിട്ട് എന്നാ പറയുന്നത്, അതിലേക്ക് ഞാൻ ആകുന്നില്ല. എല്ലാം കാണുന്നുണ്ട്, കുർബാനയൊക്കെ നടക്കുന്നു, എല്ലാം ഞാൻ കൂടുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സ് ഇങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ ജോയും പീസും കൊണ്ട് നിറഞ്ഞ് എൻ്റെ കൈ ഇങ്ങനെ ആടിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക. എന്നിട്ട് മാസ് കഴിഞ്ഞപ്പം സ്ലോലി ഈ കൈ അങ്ങ് സ്റ്റോപ്പായി കേട്ടോ, ഈ മൂവ്മെൻ്റ് അങ്ങ് സ്റ്റോപ്പായി. പക്ഷേ എനിക്ക് കിട്ടിയ സന്തോഷം ഞാൻ പറയാം, അത് ഞാൻ ഇന്ന് വരെയും ആ ഒരു അണ്ടർലൈൻ പീസ് എനിക്ക് കിട്ടിയല്ലോ, അതെന്നെ വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ പറയും. അതായത് നമ്മൾക്ക് ഒരു ഹോപ്പ്, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പീസ്, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. തിരിച്ചു പോയപ്പം എൻ്റെ മനസ്സിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ മേല. ഞാൻ ഓടി ചെന്നിട്ട് എല്ലാവരോടും പറയുവാണ്, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ആർക്കൊക്കെ മനസ്സിലായി, എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ സന്തോഷം എനിക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാതെ ഞാൻ എല്ലാവരോടും പറയുക, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈ ആടി, ഡാഡിയോട് പറയുന്നു, ഡാഡിയുടെ സിസ്റ്റേഴ്സിനോട് പോയി പറയുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നു. എത്ര പേർക്ക് മനസ്സിലായി എന്നറിയത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച ഇങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി, ഭയങ്കര പ്രാർത്ഥനയായി, ഭയങ്കര ഇങ്ങനെ ദൈവത്തോട് ഭയങ്കര അടുത്ത്, ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പം ദൈവം എനിക്ക് തന്നു. അതിനാണ് എൻ്റെ സന്തോഷം. എൻ്റെ ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നല്ലോ എന്നാണ്. ഭയങ്കര നന്ദിയോ, ഭയങ്കര ഒരു താങ്ക്ഫുള്ളോ, എന്ത് ഫീലിംഗ് എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ടൈം ലൈൻ ഞാൻ പറയുന്നത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കത്തില്ല. 2-3 മാസങ്ങളിലും കഴിഞ്ഞപ്പോഴാണോ അതോ 1-2 മാസത്തിനും വളരെ പെട്ടെന്ന് തന്നെ പെന്തക്കോസ്തി വന്നു. അപ്പം ഡേ ഓഫ് പെന്തക്കോസ്റ്റ് എന്ന് പറയുമ്പോൾ അന്നാണല്ലോ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര എക്സ്പെക്റ്റേഷനോടും ഭയങ്കര സന്തോഷത്തോടും കൂടെ പോവുകയാണ്. എൻ്റെ മനസ്സിലങ്ങ് തോന്നുക, എനിക്ക് എന്തായാലും പെന്തക്കോസ്തയുടെ ദിനത്തിൽ കർത്താവ് എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരും, എനിക്കൊരു പുതിയ പരിശുദ്ധാത്മ അഭിഷേകം കിട്ടും ഒക്കെ പറഞ്ഞ് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് എന്നല്ല അതിന് പറയണ്ടേ, ഭയങ്കര ഒരു സന്തോഷവും ഒരു ആഗ്രഹവും ഒക്കെ ആയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ പെന്തക്കോസ്തയുടെ ദിനം എനിക്ക് തോന്നുന്നു അന്ന് ഒത്തിരി പ്രത്യേക ശുശ്രൂഷയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നും. ഞാൻ അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തുതിപ്പ്, നമ്മൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പ്രൈസ് ചെയ്യുമല്ലോ ദൈവത്തെ. അപ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ എനിക്കെൻ്റെ നാവിൻ്റെ കൺട്രോൾ അങ്ങ് പോയി. എന്നിട്ട് ഞാൻ സ്തുതിക്കാൻ തുടങ്ങി ദൈവത്തെ ഭാഷാവരത്തിൽ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിപ്പോയി കേട്ടോ. അതായത് ഞാൻ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ എനിക്ക് ഹല്ലേലൂയ എന്ന് പറയാൻ പറ്റുന്നില്ല. എൻ്റെ നാവിൻ്റെ കൺട്രോൾ പോയിട്ട് ഞാൻ ഹല്ല 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 ലല്ല എന്ന് പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിക്കുവാണ്, അത് സ്തുതിക്കുവാണ് ദൈവത്തെ ഭാഷാവരത്തിൽ. കൃത്യമായ ഒരു ലാംഗ്വേജ് അല്ല, അന്നൊക്കെ അവർ പറയുന്ന സ്തുതിപ്പിൻ്റെ വരം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ് കേട്ടോ. ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു കണ്ണ് നിറയുന്ന ഒരു അനുഭവമാണത്. അപ്പം ഞാൻ എപ്പോൾ എനിക്ക് വായ തുറക്കുമ്പോഴും എനിക്ക് നാവിൻ്റെ കൺട്രോളില്ല, ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ്. അതെനിക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ഞാൻ പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ ഭാഷാവരത്തി ഓട്ടോമാറ്റിക്കായിട്ട് അന്ന് എനിക്ക് ലഭിച്ചത് ഇപ്പോഴും ഉണ്ട്. ഓട്ടോമാറ്റിക്കലി ഭാഷാവരത്തി പ്രാർത്ഥിക്കാം, നമുക്ക് സ്റ്റോപ്പും ചെയ്യാം. അപ്പം ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഈ കൈ ഇങ്ങനെ തെരിക്കുവാണ്, 5 വിരലിൻ്റെയും ടിപ്സ് തെരിച്ചുകൊണ്ടിരിക്കുവാണ്. തെരിപ്പെന്നാണെന്ന് തോന്നുന്നു റൈറ്റ് വേർഡ്. ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ടൊരു ഫീലിങ് നേരത്തെ ഉണ്ടായിട്ടില്ലാത്ത പോലെ എൻ്റെ കൈ ഇങ്ങനെ തെരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുക, എന്താണ് എൻ്റെ കൈ ഇങ്ങനെ തെരിക്കുന്നത്, എന്താ എന്നിങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ ഞാൻ ചിന്തിക്കുകയും അച്ഛൻ വിളിച്ചു പറയാം, മഞ്ഞാക്കലച്ഛൻ വിളിച്ചു പറയുക, 8 പേർക്കെന്നാന്ന് തോന്നുന്നു, 8 പേർക്ക് ദൈവം രോഗശാന്തിയുടെ വരം കൊടുക്കുന്നു. അടയാളമായിട്ട് ദൈവം പറയുന്നത് അവരുടെ വിരൽ തുമ്പുകൾ തരിക്കുമെന്നാണ് അച്ഛൻ അനൗൺസ് ചെയ്യുക. ഞാനിങ്ങനെ വിചാരിക്കും, എന്തുകൊണ്ട് എൻ്റെ കൈയുടെ തുമ്പ് ഇങ്ങനെ തിരിക്കുന്നു, ഇതൊരു സ്പെഷ്യൽ ഇതാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ നിന്ന് അനൗൺസ് ചെയ്യുക. ഇങ്ങനെ എനിക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ മേല. ഇപ്പം ഞാൻ ചെറിയ കുട്ടിയാണ് കേട്ടോ, 17 വയസ്സേ ഉള്ളൂ, ഒരറിവുമില്ല സ്പിരിച്വാലിറ്റിയെ പറ്റിയോ ബൈബിളിനെ പറ്റി വലിയ അവഗാഹമൊന്നുമില്ല. സൺഡേ സ്കൂൾ പഠിച്ചു, ഇടയ്ക്ക് നമ്മൾ വീട്ടിൽ സങ്കീർത്തനം വായിക്കും, പുതിയ നിയമം വായിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു വലിയ നോളജൊന്നുമില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റി റീസെൻ്റ്ലി കേട്ട് ഒരനുഭവം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് എന്തെങ്കിലും ഒന്ന് പരീക്ഷിക്കണം, രോഗശാന്തിയുടെ വരം കിട്ടിയല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയാണ്, എൻ്റെ അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഒന്ന് പരീക്ഷിക്കണം. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് അസുഖങ്ങളൊന്നുമില്ല.
അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കയ്യിൽ കുറേ അരിമ്പാറ എന്ന് പറയത്തില്ലേ വാട്ട്സ്, അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഈ കൈയുടെ ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്നു, പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വാട്ട്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറേ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്തോ ഒന്ന് പരീക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ച് ഈശോയുടെ നാമത്തിൽ എനിക്ക് ലഭിച്ച രോഗശാന്തിയുടെ വരം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ അരിമ്പാറയെല്ലാം പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം ഒരു അരിമ്പാറയും പോയിട്ടില്ല, എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം, അയ്യോ ഇനി കിട്ടിയതല്ലേ, എന്താ വല്ല ഇരിപ്പുണ്ടല്ലോ ഞാൻ വിചാരിക്കും. അന്ന് ഞാൻ വിചാരിക്കുന്നതാണ് എല്ലാം ഉണ്ടല്ലോ, ഇപ്പം തോന്നലായിരിക്കും വേറെ തരിച്ചെന്ന് ഒരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു കേട്ടോ. എന്നിട്ട് തിരിച്ചു പോയ വഴി അന്ന് എൻ്റെ ഡാഡിയും വന്നായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു, അതോ വീട്ടിൽ പോയാണോ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഡാഡി എനിക്ക് സുതിപ്പിൻ്റെ വരം കിട്ടി, അതോട് മാത്രമല്ല എൻ്റെ കൈ തെരിക്കുന്നുണ്ടായിരുന്നു, കൈ തെരിച്ചപ്പം തന്നെ അച്ഛനും ഇങ്ങനെ അനൗൺസ് ചെയ്തു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ പിന്നെ ഇത് ശ്രദ്ധിച്ചില്ലല്ലോ, പിറ്റേ ദിവസം ഞാൻ നോക്കുക, എപ്പോഴാണ് ഇത് പോയെന്നറിയത്തില്ല. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈ വളരെ ക്ലിയറാണ് കേട്ടോ, ഒരു അരിമ്പാറയുടെ ഇല്ല, അതിൻ്റെ പാടുമില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അപ്പം നോക്കിയപ്പം അതവിടെ ഉണ്ടായിരുന്നു. എപ്പോൾ പോയി, കുറച്ച് കഴിഞ്ഞ് പോയോ, പിറ്റേ ദിവസം ഞാൻ പകൽ നോക്കുമ്പോൾ അരിമ്പാറയൊന്നുമില്ല. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഓടിച്ചെന്ന് മമ്മിയോട് പറഞ്ഞു, മമ്മി ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ച് അരിമ്പാറ പോകണേന്നൊന്നേരം പോയില്ല, പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഒന്നുമില്ല. കൈ മുഴുവൻ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ സ്ഥലത്തുണ്ടായിരുന്നു, ഫുൾ അങ്ങ് ക്ലിയർ ആയിട്ട് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം, രോഗശാന്തിയുടെ വരം ദൈവം എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ മേല. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഭാവിയായി ഞാൻ എൻ്റെ ദൈവത്തോട് പരിശുദ്ധാത്മാവിനെ തരണേന്ന് പറഞ്ഞപ്പോൾ ഇത്രയേറെ അഭിഷേകം എൻ്റെ ദൈവം തന്നല്ലോ എന്നുള്ള ആ ഒരു നന്ദിയുണ്ട്. അന്നും ഇന്നും എൻ്റെ കണ്ണ് നിറയും. ഇത്രയും ഒരു ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ. അതെനിക്ക് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ഞാൻ ധ്യാനത്തിലൊക്കെ പോകുമ്പോൾ പറയും, ഒത്തിരിയേറെ അനുഭവങ്ങൾ ദൈവത്തിൽ നിന്നുണ്ടായെങ്കിലും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. ഒത്തിരി സന്തോഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. ഞാനെപ്പോഴും പറയും, നല്ലവനായ ഭർത്താവും മക്കളും ജോലിയും ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എല്ലാം സന്തോഷങ്ങളായിരിക്കും, എല്ലാ അനുഗ്രഹങ്ങളെയും ഞാൻ ഒത്തിരി വില കൊടുക്കുകയും ചെയ്യുമ്പോൾ പോലും ആ ഒരു പരിശുദ്ധാത്മ അനുഭവമാണ് എൻ്റെ മനസ്സിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ ഒരു സന്തോഷവും ആ ഒരു സമാധാനവും ത്തോടും തട്ടിച്ച് നോക്കുമ്പോൾ ബാക്കിയെല്ലാം ഡിമ്മാണെന്ന് തോന്നും. അത്രമാത്രം സ്പെഷ്യലാണ് എനിക്ക് ആ അനുഭവം. ബാക്കി ഒന്നിൻ്റെ വില കുറയ്ക്കുമല്ലോ കേട്ടോ, എല്ലാം ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്ത ദാനങ്ങൾ തന്നെയാണ്. ഭയങ്കര സന്തോഷത്തോടും ഭയങ്കര സ്നേഹത്തോടും കൂടിയാണ് ഞാൻ ഓരോന്നും കർത്താവിൽ നിന്ന് റിസീവ് ചെയ്തത്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിച്ചപ്പോൾ എൻ്റെ മനസ്സിനുണ്ടായ സന്തോഷത്തോട് തട്ടിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ കുറച്ച് മങ്ങിയതായിട്ട് തോന്നുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യകാല പരിശുദ്ധാത്മ അനുഭവങ്ങൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായി, ഇതൊരു ഹാഫ് ഡേ കൺവെൻഷൻ അല്ലേ, ഹാഫ് ഡേ കൺവെൻഷനിൽ ഞാൻ ജസ്റ്റ് കൂടിയപ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹം ദൈവം തന്നെങ്കിൽ എനിക്കൊരു ധ്യാനം കൂടണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എൻ്റെ മനസ്സിലാണ്, ധ്യാനം കൂടുവാണെങ്കിൽ എന്തുമാത്രം അനുഗ്രഹങ്ങളായിരിക്കും ദൈവം തരുന്നത്, അതൊക്കെ ശരിയായ ചിന്തകളാണോ എന്ന് പോലും എനിക്ക് പറഞ്ഞുകൂടാ. അന്നത്തെ ചിന്തകളാണ്. അപ്പോൾ ഭയങ്കര ഉൾവിളി പോലെ ധ്യാനം കൂടണമെന്ന്. അപ്പം ഡാഡിയോട് ചോദിച്ചപ്പോൾ ഡാഡിക്ക് അങ്ങനെ താല്പര്യമില്ല. ഇങ്ങനെ ഡാഡിയുടെ ഓഫീസിലൊക്കെ ആൾക്കാർ അത്ര പോസിറ്റീവായിട്ട് പറഞ്ഞില്ല എന്ന് തോന്നി. ഇങ്ങനെ 5 ദിവസം താമസിച്ചുള്ള ധ്യാനമൊക്കെ അന്ന് തുടക്കമല്ലേ, അപ്പം അത് വേണ്ട, 5 ദിവസം അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് ഡാഡി സമ്മതിച്ചില്ല. പക്ഷേ പിന്നെ ഇവിടെ തന്നെ ഞാൻ പോകുന്ന കാരിസ്ഭവനിൽ തന്നെ താമസിച്ചുള്ള ധ്യാനം 5 ദിവസത്തേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി നിർബന്ധിച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എൻ്റെ അമ്മയെ ഒത്തിരി നിർബന്ധിച്ച്, അമ്മയ്ക്ക് സമ്മതമായിരുന്നു, പറഞ്ഞു ഡാഡിയോട് പറയണം എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഫൈനലി എൻ്റെ നിർബന്ധം കാരണം ഡാഡി ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അപ്പം നിങ്ങൾ ഓർക്കണം, ഞാൻ പറഞ്ഞില്ലേ പെന്തക്കോസ്ത് ദിവസം തുള്ളിച്ചാടിയാണ് പോകുന്നത്, എനിക്ക് ഒത്തിരി കിട്ടുമെന്ന് ഓർത്താണ് പോകുന്നത്. അപ്പം ധ്യാനത്തിന് പോകുമ്പോൾ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ, ഭയങ്കര ആഗ്രഹത്തോടെയാണ് പോകുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര നിറവിൽ തിരിച്ചു വരണം അങ്ങനെയൊക്കെ. അപ്പം ആ ഒരു ഇൻറ്റൻഷനോടുകൂടി പോയിട്ട് ഞാൻ അവിടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ധ്യാനം 5 മണിക്ക് തുടങ്ങത്തുള്ളൂ. 3:30 ആയപ്പോൾ നമ്മൾ ചെന്നു, 5-നോ 6-നോ എങ്ങാണ്ടേ തുടങ്ങത്തുള്ളൂ. പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് ബാഗ്സൊക്കെ നമുക്കൊരു ഡോം പോലെയാണ്, ഡോമിറ്ററി കൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് ആരാധന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ആരാധന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ചാപ്പലിലേക്ക് പോയി അത് സക്രാരിയുടെ മുമ്പിൽ ഇരിക്കുന്ന മൗനമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ബാഗെല്ലാം വെച്ചിട്ട് തിരിച്ചിങ്ങനെ വന്ന് കയറുന്നേ ഉള്ളൂ, ധ്യാനം തുടങ്ങി പോലും ഇല്ല കേട്ടോ.
ഞാൻ അങ്ങോട്ട് സ്റ്റെപ്പിൻ ചെയ്യുകയും ഞാൻ വേറെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അതുവരെ സ്തുതിപ്പിൻ്റെ വരവായിരുന്നു. പക്ഷേ ഇതങ്ങനല്ല, ഫ്ലുവൻ്റായിട്ട് മറ്റൊരു ഭാഷയിൽ, ഇപ്പം നമ്മൾ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ പറയുന്ന പോലെ ഒരു ഭാഷയിൽ അങ്ങ് ഭയങ്കര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക, പല ഭാഷകളിലും. അപ്പം അങ്ങനെ ഒരു ഭാഷാവരം അവിടോട്ട് കയറിയ സമയത്താണ് എനിക്ക് കിട്ടുന്നത്. അത് ഭാഷാവരം മാത്രമല്ല, അത് പാട്ട് പോലെയും പാടാൻ പറ്റും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചിലപ്പോൾ ഒക്കെ ഞാൻ അങ്ങനെ കേൾക്കെ പ്രാർത്ഥിക്കാറില്ല, പക്ഷേ ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇത് ശരിക്കും ഒരു ലാംഗ്വേജ് പോലെ തന്നെയാണല്ലോ, കാരണം നമ്മൾ ലാംഗ്വേജ് പോലെ തന്നെ വേർഡ്സൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നു, ആ റിത്തമൊക്കെ കറക്റ്റായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ അത്ഭുതത്തോടെ അത് കേട്ടു കേട്ടോ. അപ്പോൾ ആ ഭാഷാവരം അന്ന് കിട്ടിയത് ഇന്നും ഉണ്ട്. അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നേ, ധ്യാനം തുടങ്ങിയില്ല, ധ്യാനത്തിന് കയറുന്ന ആ ഒരു നിമിഷം തന്നെ എൻ്റർ ചെയ്തപ്പോൾ തന്നെ ദൈവം എനിക്ക് ആ ഒരു ഭാഷാവരം എന്നുള്ള ഒരു അനുഗ്രഹം തന്നു. അപ്പോൾ അതാണ് എൻ്റെ ഒരു 1 2 3 4th പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചത്. അപ്പോൾ അത് കിട്ടി. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ദിവസം, ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം ധ്യാനഗുരു പറഞ്ഞു, ഹോളി സ്പിരിറ്റ് നിങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്, ചിലരോടൊക്കെ അത് അവർക്ക് ചെവിയിൽ കേൾക്കുമ്പോൾ അത് ഉറക്കെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. എന്താണോ? അപ്പം ഞാൻ കേൾക്കുന്നതാണ്, ജെറുസലേമിലും സെമറിയയിലും യൂദയായാലും ലോകത്തിൻ്റെ അതിർത്തി വരെയും നീ എൻ്റെ സാക്ഷിയായിരിക്കും. ഇതാണ് ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളല്ലേ. ഞാൻ പറഞ്ഞു, എൻ്റെ ഹോളി സ്പിരിറ്റ്, എൻ്റെ ദൈവം, ഇത് ഇത്രയും വലിയ ലോങ് ഒരു സെൻറ്റൻസാണ്, അതൊന്നും ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞ് ജെറുസലേമിലും സെമറിയയിലും യൂദയായാലും ലോകത്തിൻ്റെ അതിർത്തി വരെ നീ എൻ്റെ സാക്ഷിയായിരിക്കും എന്ന് പറഞ്ഞ് ഇത്രയും നീളമുള്ളതൊന്നും ഞാൻ പറയുകയല്ല എന്ന് ഞാൻ പറയുക ദൈവത്തോട്. ഇത്ര ലെങ്തി ആയിട്ട് ഞാൻ പറയത്തില്ല എന്ന് പറയും. ഒരു പവർ വന്ന് എൻ്റെ മേളിൽ ഇങ്ങനെ പവർ വന്ന് കയറിയിട്ട് ഞാൻ തന്നെ ഓട്ടോമാറ്റിക്കലി പറയുക, ഐ ഹാവ് ചോസൺ യു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്നങ്ങ് പറയുക. ആ വലിയ ലെങ്തി ആയിട്ടുള്ളതല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ആ പവറിലങ്ങ് വീഴുക. ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ നാവിനെ. അപ്പം ഇത് പറയത്തില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ചിരുന്ന തന്നെ ഐ ഹാവ് ചോസൺ യു എന്ന് ദൈവം ഉറക്കെ വിളിച്ച് പറയിപ്പിച്ചിട്ട് അങ്ങനെ ഒരു അഭിഷേകം ലഭിച്ചു. അപ്പോൾ അന്ന് തൊട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുക, എന്നാണ് ജെറുസലേമിലും സെമറിയയിലും യൂദയായാലും ലോകത്തിൻ്റെ അതിർത്തി വരെയും ഞാൻ നിൻ്റെ സാക്ഷിയായിരിക്കും എന്നല്ലേ പറഞ്ഞത്, നീ എൻ്റെ സാക്ഷിയായിരിക്കുമെന്ന്. അപ്പം ഞാനിങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ ഒത്തിരി നാളായിട്ടും അങ്ങനെ ഒരു ഇതൊന്നും വരാത്തപ്പോൾ ഞാൻ എപ്പോൾ കർത്താവിനോട് ചോദിക്കുമ്പോഴും ഞാൻ വചനം തുറക്കുമ്പോഴും ഒക്കെ കർത്താവ് പറയുന്നത്, ദൈവത്തെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി കർത്താവ് തന്നെ അവനെ കാണിച്ചുകൊള്ളും. അപ്പോൾ അതൊരു ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇങ്ങനെയാണ് എൻ്റെ തുടക്കം. അപ്പം ഈ ഒരു തുടക്കം വെച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഡിസെപ്ഷൻ എങ്ങനെ വരാം, എങ്ങനെയൊക്കെ പിശാച് നമ്മളുടെ ജീവിതത്തിൽ ഇടപെടാം, എങ്ങനെയൊക്കെ അതിനെ നമുക്ക് വിവേചിക്കാം, പിശാചാണോ സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ സ്വരമാണോ നമ്മൾ യഥാർത്ഥത്തിൽ കേൾക്കുന്നത്, എങ്ങനെ അതിനെ ഡിസേൺ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കവർ ചെയ്യാം. അപ്പം താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.